الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അവ നടപ്പിലാക്കാൻ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ കഠിനാധ്വാനം ചെയ്യണമെന്ന് സ്വന്തത്തെ മറക്കാതെ ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ സന്താന പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മയെല്ലാം പോറ്റി വളർത്തി ഈ ഒരു രൂപത്തിലേക്ക് ഉയർത്തിയ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ പുണ്യം ചെയ്യണം, അവരോട് നന്മ ചെയ്യണമെന്ന കാര്യം വിശുദ്ധ ഖുർആൻ പ്രാധാന്യപൂർവ്വം നമ്മെ ഉണർത്തുന്നത്. മാതാപിതാക്കളുടെ കാര്യം ഖുർആൻ ഒരു വസീയത്ത് എന്ന നിലക്കാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹുവിൻ്റെ ഒരു വസീയത്ത്, അത് മനുഷ്യരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ സംബോധന ചെയ്യുന്നത്. വസ്വൈനൽ ഇൻസാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യരോട് നാം അനുശാസിച്ചിരിക്കുന്നു. 3 തവണ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി ഇതേ പ്രയോഗം ആവർത്തിച്ചതായി നമുക്ക് കാണാൻ കഴിയും. വസ്വൈനൽ ഇൻസാന ബിവാലിദൈ ഇഹ്സാന, മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണമെന്ന് മനുഷ്യരോട് നാം അനുശാസിച്ചിരിക്കുന്നു. അതിനുശേഷം മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി നമ്മുടെ ശൈശവത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന നമ്മുടെ ഉമ്മയുടെ കാര്യമാണ് അള്ളാഹു എടുത്ത് പറയുന്നത്. ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ, അവൻ്റെ മാതാവ് അവനെ ഗർഭം ചുമക്കുന്നത് പ്രയാസത്തിനു മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ്. മറ്റൊരിടത്ത് പറയുന്നുണ്ട് ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവളഅത്ഹു കുർഹ,
വളരെയധികം ക്ലേശിച്ചുകൊണ്ടാണ് അവൻ്റെ ഉമ്മ അവനെ ഗർഭം ചുമക്കുന്നത്, പ്രസവിക്കുന്നതും അങ്ങനെ ക്ലേശവും പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ സഹിച്ചുകൊണ്ടാണ്. വഫിസ്വാലുഹു ഫി ആമൈൻ, അവൻ്റെ മുല കൂടി നിർത്തുന്നത് 2 വർഷം കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ 2 വർഷകാലം നമ്മളെ മുലയൂട്ടി പോറ്റി വളർത്തുന്നു നമ്മുടെ ഉമ്മ. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹ് പറയുന്നത് എന്താണെന്നോ, അനിഷ്കുർലി, അതുകൊണ്ട് അല്ലയോ മനുഷ്യ, നീ എന്നോട് നന്ദി കാണിക്കണം. നിന്റെ സൃഷ്ടിപ്പിൻ്റെ കാരണക്കാരൻ ഒന്നാമതായി ഞാനാണ്, രണ്ടാമതായി അതിൻ്റെ പ്രത്യക്ഷ കാരണക്കാരായ നിന്റെ മാതാപിതാക്കൾ. അനിഷ്കുർലി വലിവാലിദൈക് ഇലയ്യൽ മസീർ, എനിക്ക് നന്ദി കാണിക്കണം, നീ നിന്റെ മാതാപിതാക്കളോടും നന്ദിയുള്ളവനായി ജീവിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉപദേശം. നമുക്കറിയാം, ഏതൊരു സ്ത്രീയും ജീവിതത്തിൽ കൊതിക്കുന്ന ഒന്നാണ് മാതൃത്വം. അതുകൊണ്ട് തന്നെ മാതൃത്വത്തിനും സ്ത്രീത്വത്തിനും ഇസ്ലാം വളരെയധികം പ്രാധാന്യവും മഹത്വവും കൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉമ്മമാരിലൂടെയാണ്, അവർ പോറ്റി വളർത്തുന്ന മക്കളിലൂടെയാണ് ഈ ലോകത്ത് മനുഷ്യ സമൂഹം നിലനിൽക്കുന്നത് എന്നതിനാൽ കൂടിയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മയുടെ അരികിൽ ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു തിരുവചനമാണ്. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ യാ റസൂലല്ലാഹ്, അദ്ദേഹം ചോദിക്കുന്നു, തിരുദൂതരെ, മൻ അഹഖു ബിഹുസ്നി സുഹ്ബതി. മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, മൻ അഹഖു ബിഹുസ്നി സ്വഹാബതി, എൻ്റെ ഈ ദുനിയാവിലെ ഏറ്റവും നല്ല സഹവർത്തിത്വവും പെരുമാറ്റവും കിട്ടാൻ ഈ ദുനിയാവിൽ ഏറ്റവും അർഹനായത് ആരാണ്? ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് ആർക്കാണെന്ന്. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹബത്ത്, സഹവാസം, സഹവർത്തിത്വം, അത് കിട്ടാൻ ഏറ്റവും അർഹത ആർക്കാണ് നബിയെ എന്നാണ് ചോദിക്കുന്നത്. റസൂൽ പറയുന്നു, ഉമ്മുക്ക, നിന്റെ മാതാവ്. എന്താണ് അതിൽ സംശയം? പിന്നെയും ചോദിക്കുന്നു, സുമ്മമൻ, ഉമ്മാനെ കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ്? നബി രണ്ടാമതും പറയുന്നത് ഉമ്മുക്ക, മനുഷ്യ, നിന്റെ ഉമ്മയോട് തന്നെയാണ്. മൂന്നാമത് അദ്ദേഹം ചോദിക്കുന്നു, സുമ്മമൻ, പിന്നീട് ആരാണ്? മൂന്നാമത്തെ തവണയും പറയുന്നത് ഉമ്മുക്ക, നിന്റെ ഉമ്മയോട് തന്നെയാണ്. പിന്നെയും ചോദിക്കുന്നു, സുമ്മമൻ, റസൂൽ പറയുന്നു അബൂക്ക്, നിന്റെ പിതാവിനോടാണ്. 3 തവണയും റസൂൽ ആവർത്തിച്ച് ഉമ്മാൻ്റെ കാര്യം പറഞ്ഞത് എന്താണ് എന്നൊക്കെ പല വിശദീകരണങ്ങളും അതിനുണ്ട്. അതിൽ ഖുർആനിൻ്റെ തന്നെ ആശയങ്ങളിലൂടെ അതിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ശ്രമിച്ചാൽ കാണാൻ കഴിയും. ഒന്ന്, നമ്മുടെ ഉമ്മയാണ് നമ്മെ ഗർഭം ചുമക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒന്നാമത്തെ ഉത്തരം റസൂല് പറഞ്ഞത്. രണ്ടാമത്തത്, ഏറ്റവും വലിയ വേദന സഹിച്ചുകൊണ്ട് നമ്മുടെ ഉമ്മയാണ് നമ്മെ പ്രസവിക്കുന്നത്. മൂന്നാമത്തേത്, ഖുർആൻ തന്നെ പറഞ്ഞ പോലെ 2 വർഷകാലം നിങ്ങളെ മുലയൂട്ടി നിങ്ങൾക്ക് വേണ്ട എല്ലാ പരിപാലനവും പരിലാളനയും നൽകിക്കൊണ്ട് നിങ്ങളെ മാറോട് ചേർത്ത് നിങ്ങൾക്കെല്ലാ സുരക്ഷിതത്വവും നൽകുന്ന നിങ്ങളുടെ ഉമ്മയാണ്, അതുകൊണ്ടാണ് എന്നാണ്. പിന്നീടോ, ഇതിനെല്ലാം താങ്ങും തണലുമായി നിങ്ങൾക്ക് കാവൽ നിൽക്കുന്ന നിങ്ങളുടെ പിതാവിനോടാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിനാലാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഒരു സംഭവം ഉദ്ധരിച്ച് പറയുന്നുണ്ട്. സൽമാൻ ബിൻ ബുറൈദ അൻ അബീഹി റളിയല്ലാഹു അൻഹുമാ അവരിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഒരു വ്യക്തി, അന്ന റജുലൻ കാന ഫി തവാഫി ഹാമിലൻ ഉമ്മഹു യതൂഫു ബിഹാ, ഒരാൾ തവാഫ് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമ്മാക്ക് നടക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഉമ്മയെ ചുമന്നുകൊണ്ടാണ് തവാഫ് ചെയ്യുന്നത്. തവാഫ് കഴിഞ്ഞതിന് ശേഷം ആ സംഭവത്തെ പറ്റി നബിയോട് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഫസ്അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ അദ്ദൈതു ഹഖഹ,
എൻ്റെ ഉമ്മാനോടുള്ള ബാധ്യത ഇത് മുഖേന ഞാൻ നിർവഹിച്ചിട്ടില്ലേ നബിയെ? റസൂൽ പറയുന്നത് ഖാല ലാ, ഇല്ല, തീർന്നിട്ടില്ല. വലാ ബിസഫ്രത്തിൻ വാഹിദ, നിന്നെ ഗർഭം ചുമന്നപ്പോൾ, നിന്നെ പ്രസവിച്ചപ്പോൾ, നിന്നെ പോറ്റി വളർത്തിയപ്പോൾ നിന്റെ ഉമ്മ ഇട്ട ഒരു നെടുവീർപ്പിന് പോലും ഇത് പകരമായിട്ടില്ല. വലാ ബിസഫ്രത്തിൻ വാഹിദ, ഉമ്മയുടെ ഒരു നെടുവീർപ്പിന് പോലും നീ തവാഫ് ചെയ്തപ്പോൾ ഉമ്മനെ ചുമന്നു എന്നത് പകരമായിട്ടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റൊരു സംഭവമുണ്ട്. ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അന്ന റജുലൻ ജാഅ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, നബിയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നി ഹമൽതു ഉമ്മി അലാ ഉനുഖി ഫർസഖൈനി ഫീ റംലാ ശദീദ, ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ എൻ്റെ ഉമ്മയെ എൻ്റെ കഴുത്തിൽ ചുമന്നുകൊണ്ട് 2 കാതത്തോളം ഞാൻ നടന്നു പോയിട്ടുണ്ട് നബിയെ. ലൗ ഉൽഖിയത് ഫീഹാ ബുദ്അത ലഹം ലനളിജത്, ആ മണലിൻ്റെ ചൂട് എത്രയുണ്ടെന്നോ, ആ മണലിലെങ്ങാനും ഒരു കഷ്ണം മാംസം ഇട്ടിരുന്നുവെങ്കിൽ അത് വേവുമായിരുന്നു. അത്ര ചുട്ടുപഴുത്ത മണലിലൂടെയാണ് ഞാൻ നടന്നു പോയത്. ഫഹൽ അദ്ദൈതു ശുക്രഹാ, ഇതിലൂടെ എൻ്റെ ഉമ്മയോടുള്ള നന്ദി ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞത് എന്താണെന്നോ, ഫഖാൽ ലഅല്ലഹു അൻ യകൂന ലതൽഖത്തുൻ വാഹിദ, നിന്റെ ഉമ്മ സഹിച്ച പ്രസവവേദനയുടെ ഒരു നിമിഷത്തിന് ചിലപ്പോൾ അതായിരിക്കുമെന്നാണ്. ഒരൊറ്റ നിമിഷത്തിന് ചിലപ്പോൾ അതായിരിക്കും. നിന്റെ ഉമ്മയുടെ ഒരു ദീർഘ നിശ്വാസത്തിന് ചിലപ്പോൾ അത് പകരമായിരിക്കും, മറ്റൊന്നുമായിട്ടില്ല എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരനോട് മറുപടി പറഞ്ഞത്. സഹോദരങ്ങളെ, എത്ര തീർത്താലും തീരാത്ത, എത്ര കണക്ക് കൂട്ടിയാലും കൂടാത്ത ബാധ്യതകളും കടപ്പാടുകളുമാണ് നമ്മുടെ മാതാപിതാക്കളോട് ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് നിർവഹിക്കാനുള്ളത് എന്നാണ് റസൂലുള്ളാഹി ഈ ഉപദേശങ്ങളിലൂടെയൊക്കെ നൽകുന്നത്. ഒരിക്കൽ പ്രവാചകൻ പറയുന്നുണ്ട്, റഗിമ അൻഫ് സുമ്മ റഗിമ അൻഫ് സുമ്മ റഗിമ അൻഫ്, അവൻ നിന്യനാകട്ടെ, അവൻ നിന്യനാകട്ടെ ആവർത്തിച്ച് ഇനി പറയാനുള്ളതിൻ്റെ ഗൗരവം സൂചിപ്പിച്ചുകൊണ്ടാണ് നബി അങ്ങനെ പറയുന്നത്. ഇങ്ങനെ നബി പറഞ്ഞു തുടങ്ങിയപ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, മൻ യാ റസൂലല്ലാഹ്, ആരെക്കുറിച്ചാ റസൂലേ നിങ്ങൾ പറയുന്നത്? ഫഅജാബ്, നബി മറുപടി പറഞ്ഞു, മൻ അദ്റക അബവൈഹി ഇൻദൽ കിബർ അഹദഹുമാ ഔ കിലൈഹിമാ, ആരുടെയെങ്കിലും മാതാപിതാക്കൾ 2 പേരുമോ അല്ലെങ്കിൽ അവരിൽ ഒരാളോ അവൻ്റെ അരികിൽ അവനെ സംരക്ഷിക്കാൻ വേണ്ടി എത്തിയിട്ടും ഫലം യുദ്ഖിലുൽ ജന്ന, അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവൻ നിന്യനാകട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മുടെ സ്വർഗത്തിൻ്റെ വഴികൾ നമുക്ക് ഒരുക്കി തരുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നാണ്. അവരെ സംരക്ഷിച്ചുകൊണ്ട്, അവരെ പരിപാലിച്ചുകൊണ്ട്, അവർക്ക് നൽകേണ്ട എല്ലാം നൽകിക്കൊണ്ട് നമ്മുടെ സ്വർഗം നമ്മൾ ഉറപ്പുവരുത്തണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശത്തിലൂടെ നമുക്ക് നൽകുന്നത്. മാതാപിതാക്കളോടുള്ള ദ്രോഹം, അതിൻ്റെ ഗൗരവം റസൂല് പറയുന്നുണ്ട്. കുല്ലു ദുനൂബി യുഅഖറുല്ലാഹു മിൻഹാ മാ ശാഅ ഇലാ യൗമിൽ ഖിയാമ, മനുഷ്യന്മാർ ചെയ്യുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. എല്ലാ പാപങ്ങളുടെയും ശിക്ഷ അള്ളാഹു അവൻ ഉദ്ദേശിച്ച ചിലതൊഴികെ പരലോകത്തേക്ക് തന്നെ അവൻ പിന്തിപ്പിച്ചു വെക്കും. മനുഷ്യന്മാർ ഇവിടെ ചെയ്യുന്ന ദുൽമിനൊക്കെ അള്ളാഹ് ഇവിടുന്ന് തന്നെ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചിലതൊക്കെ ഈ ദുനിയാവിൽ നിന്ന് തന്നെ പടച്ചോൻ അതിൻ്റെ ശിക്ഷ നൽകുമെന്നാണ്. അതിൽ എണ്ണി പറഞ്ഞത് റസൂൽ എന്താണെന്നോ, എന്തൊഴികെ ഇല്ലൽ ബഗി, മനുഷ്യർ ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ പടച്ചോൻ കുറച്ചൊക്കെ കൊടുക്കും, ബാക്കിയെ പരലോകത്തേക്ക് കൃത്യമായി കൊടുക്കുകയുള്ളൂ. രണ്ടാമത് എണ്ണിയത് വഖൂഖുൽ വാലിദൈൻ,
മാതാപിതാക്കളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ശിക്ഷ പരലോകത്തേക്ക് പഠിച്ചോ നീട്ടിവെക്കൂല, ഈ ദുനിയാവിൽ നിന്ന് തന്നെ കൊടുക്കും. ഉമ്മാന്റെയോ ഉപ്പയുടെയോ നേരെ അടിക്കാനോകുന്ന കൈ അത്ര ഉറപ്പോടുകൂടി ഈ ദുനിയാവിൽ നിൽക്കൂല, അത് തളരും, അത് തകരും. ഉമ്മാന്റെയും ബാപ്പാന്റെയും നേരെ ചവിട്ടാൻ ഉയർത്തിയ കാലുകൾക്ക് പിന്നെ അത്ര ബലമുണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ ദുനിയാവിൽ നിന്ന് തന്നെ, പരലോകത്ത് വേറെ കിട്ടും, പക്ഷെ ഇത്തരം ശിക്ഷ, ഈ കുറ്റങ്ങൾക്ക് അല്ലാഹു ഈ ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന് ബഗി, രണ്ടാമത്തേത് ഉഖൂഖുൽ വാലിദൈൻ, മൂന്നാമത്തേത് എന്താണെന്നോ ഔ ഖതിയത്തുർ റഹം, കുടുംബ ബന്ധങ്ങൾ തകർത്തുകൊണ്ട്, അത് വിച്ഛേദിച്ചുകൊണ്ട് ദുനിയാവിന്റെ ക്ഷണികമായ താൽക്കാലികമായ സുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുന്ന മനുഷ്യന്മാരുണ്ട്. സുഖമായി ജീവിക്കായിരിക്കും, ഉമ്മയും കുട്ടികളും ബാപ്പയൊക്കെ സുഖമായി ജീവിക്കുന്ന കുടുംബം, അതിൻ്റെ ഇടയ്ക്ക് 4ഉം 5ഉം ഒക്കെ മക്കളുള്ള കുടുംബം ഇങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബാപ്പ വേറൊരു പെണ്ണിൻ്റെ കൂടെ പോകുന്നു, മക്കളെ മറക്കുന്നു, ഭാര്യയെ മറക്കുന്നു, ഭാര്യ വേറൊരു ആണിൻ്റെ കൂടെ പോകുന്നു, കുട്ടികളെ മറക്കുന്നു, തൻ്റെ ഭർത്താവിനെ മറക്കുന്നു. ഖതിയത്തുർ റഹം, കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു പവിത്രതയും കൽപ്പിക്കാതെ അതിനെയൊക്കെ വെട്ടി മുറിച്ച് ചെറിയ നൈമിഷിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്ന മനുഷ്യന്മാരെ കരുതണമെന്ന റസൂൽ പറഞ്ഞത്. എന്താണെന്നോ യുഅജ്ജിലു ലിസാഹിബിഹാ ഫിദ്ദുനിയ ഖബ്ലൽ മൗത്ത്, മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വച്ച് അതിൻ്റെ ദുരനുഭവങ്ങൾ, അതിൻ്റെ തിക്തഫലങ്ങൾ, തിരിച്ചടികൾ ഇത്തരം മനുഷ്യന്മാർ അഭിമുഖീകരിക്കേണ്ടി വരും, നേരിടേണ്ടി വരും, അനുഭവിക്കേണ്ടി വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, ഖാലത്ത്, അവർ പറയുന്നു, മഹദി അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുൽ, ഒരാൾ റസൂലിന്റെ അരികിൽ വരുന്നു, വമഅഹു ശൈഖ്, അയാളുടെ കൂടെ ഒരു വയോധികനുണ്ട്. ഫഖാല ലഹു, റസൂൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു, യാ ഹാദാ മൻ ഹാദല്ലദീ മഅക്, അല്ലയോ സുഹൃത്തെ, നിന്റെ കൂടെയുള്ള വ്യക്തി നിന്റെ ആരാണ്? ഖാല അബി, അതിൻ്റെ ബാപ്പിയാണ് റസൂൽ. ഖാൽ, റസൂൽ പറയുന്നു, ലാ തംശി അമാമഹു, നീ ബാപ്പാൻ്റെ മുമ്പിലൂടെ നടക്കരുത്, ആദരവ് നൽകണം. വലാ തജ്ലിസ് ഖബ്ലഹു, ബാപ്പാൻ്റെ കൂടെയാണ് നീ സഹവസിക്കുന്നതെങ്കിൽ ബാപ്പ ഇരിക്കുന്നതിന് മുമ്പ് നീ ഇരിക്കരുത്. വലാ തദഉ ബിസ്മിഹി, ആ ഉപ്പയുടെ പേര് നീ ഒരിക്കലും വിളിക്കരുത്. വലാ തസ്തസിബ് ലഹു, വലാ തസ്തസിബ് ലഹു, നീ ഒരിക്കലും നിന്റെ പിതാവിനെ ശകാരത്തിന് വിധേയനാക്കരുത്. ബാപ്പാനാരും നേരിട്ട് ശകാരിക്കുകയില്ല, ശകാരിക്കുന്നവരുണ്ടാകാം. റസൂൽ അവിടെ നോക്കൂ, നിന്റെ പിതാവിനെ ശകാരത്തിന് നീ വിധേയനാക്കരുത്. എങ്ങനെയാണത് എന്ന് റസൂൽ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, മിനൽ കബായിർ, വലിയ പാപങ്ങളിൽപ്പെട്ടതാണ് ശത്മുർ റജുൽ വാലിദൈഹി, ഒരു വ്യക്തി തൻ്റെ മാതാപിതാക്കളെ ശകാരിക്കുക എന്ന് പറഞ്ഞാൽ. സഹാബത്തപ്പോൾ ചോദിക്കുന്നുണ്ട്, ഖാലു യാ റസൂലല്ലാഹ് വഹൽ യശ്തുമുർ റജുൽ വാലിദൈഹി, ഒരു വ്യക്തി തൻ്റെ മാതാപിതാക്കളെ ശകാരിക്കുമോ, ചീത്ത പറയുമോ, അങ്ങനെ ഉണ്ടാകുമോ? അവർക്ക് തന്നെ അത്ഭുതം. റസൂൽ ആ സന്ദർഭത്തിൽ പറഞ്ഞെന്താണെന്നോ, ഉണ്ട്, നഅം, അങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നോ, അപ്പോഴാണെന്നോ യസുബ്ബു അബർ റജുൽ, അയാള് വേറെ ആളുടെ പിതാവിനെ തെറി പറയും. അപ്പോൾ എന്ത് ചെയ്യും? ഫയസുബ്ബു അബാഹു, അയാൾ തിരിച്ചിങ്ങോട്ട് എൻ്റെ ബാപ്പാനെയും പറയും. വയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മാനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ശകാരിക്കുമ്പോൾ പരസ്പരം ശകാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെ ഒരിക്കലും നിങ്ങളുടെ ഒരു വാക്കിലൂടെ, പ്രയോഗത്തിലൂടെ ശകാരത്തിന് വിധേയമാക്കുന്ന സംസാരങ്ങൾ നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത്തരക്കാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. ഖാല റസൂലുള്ളാഹി ലഅനല്ലാഹു മൻ സബ്ബ വാലിദൈഹി, മാതാപിതാക്കളെ ഇങ്ങനെ ശകാരിക്കുന്നവരും ശകാരത്തിന് വിധേയനാക്കുന്നവരുമായ മക്കൾ
അവർക്ക് അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ ഉണ്ടാകുമെന്നാണ്. മാത്രമല്ല, എന്തിനാ നമ്മളിവിടെ ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? സ്വർഗത്തിന് വേണ്ടിയല്ലേ? റസൂല് പറയുന്നു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തൽ നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു അല്ലാഹു. കാരണം എന്താ? ഹറമല്ലാഹുൽ ജന്ന അലൽ ആഖ്, മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുന്നവനെ അല്ലാഹു സ്വർഗം തന്നെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. വളരെ ഗൗരവതരമായാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തന്നത്. നമുക്ക് ഈ കാര്യങ്ങളിൽ ഒന്നുകൂടി ശ്രദ്ധ വേണം എന്നതിനാലാണ് ഇത് പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരിച്ചാലും തീരാത്ത ബന്ധമാണ് മാതാപിതാക്കളുമായി നമ്മൾ പുലർത്തേണ്ടത്. എന്താണ്? മാലിക് ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാ, ഞങ്ങൾ റസൂലിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ജാഹു റജുലുൻ മിൻ ബനീ സലമ, ബനീ സലമ ഗോത്രത്തിൽ നിന്നൊരാൾ ഞങ്ങളുടെ അരികിൽ വന്നു. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഹൽ ബഖിയ അലയ്യ മിൻ ബിർരി അബവയ്യ ഷൈഉൻ അബറഹുമാ ബിഹി ബഅദ വഫാതിഹിമാ, എൻ്റെ മാതാപിതാക്കൾ മരിച്ചാൽ അതിന് ശേഷം, മരണത്തിന് ശേഷം ഇനി എനിക്ക് അവരോട് ചെയ്യാനുള്ള വല്ല പുണ്യങ്ങളും ബാക്കിയായതുണ്ട് റസൂലേ? മരിച്ചതിന് ശേഷം എന്താ മാതാപിതാക്കളോട് നമുക്ക് ചെയ്യാനുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. റസൂൽ കൃത്യമായി മറുപടി പറയുന്നു, നാം ഉണ്ട് സഹോദര. ഒന്ന്, അസ്വലാ അലൈഹിമ, അവർക്ക് രണ്ടുപേർക്കും നീ ജനാസ നമസ്കരിക്കണം. രണ്ടാമത്തേത് വല്ലിസ്തിഗ്ഫാറു ലഹുമ, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. ജനാസ നമസ്കാരത്തിൽ തന്നെ ഇസ്തിഗ്ഫാറുണ്ട്. പക്ഷേ റസൂലുള്ള ഇസ്തിഗ്ഫാറിന്റെ കാര്യം, പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണ്. മൂന്നാമത്തേത് വഇൻഫാദി അഹദിഹിമ, അവർ വല്ല കരാറുകളും വല്ല വസിയത്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി നടപ്പിലാക്കണം, മൂടിവെക്കരുത്. വാപ്പ മരിച്ചാൽ അനന്തര സ്വത്തിന് തല്ലുകൂടുന്നതിന് മുമ്പ് ഖുർആൻ തന്നെ പറഞ്ഞെന്താണ്? വാപ്പാന്റെ കടം വീട്ടണം. വാപ്പ വല്ല വസിയത്തും എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പൂർത്തീകരിക്കണം. വാപ്പാന്റെ വല്ല അഹദുകളും കരാറുകളും ഉണ്ടെങ്കിൽ, പേരക്കുട്ടികൾക്ക് എത്ര കൊടുക്കണം എന്നൊക്കെ വാപ്പ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീക്കി വെച്ചതിന് ശേഷം നിങ്ങളെ സ്വത്ത് നിങ്ങൾ ഓരി വെച്ചെടുക്കാവൂ. മൂന്നാമത്തേത് ഇക്റാമി സ്വദീഖിഹിമ, മാതാപിതാക്കളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ ആദരിക്കണം. വാപ്പ മരിച്ചു, വാപ്പാന്റെ സുഹൃത്തുക്കൾ നിങ്ങളുടെ കൺമുമ്പിലുണ്ട്, നിങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ നിങ്ങൾ ആദരിക്കണം. വസിലത്തിർ റഹ്മില്ലത്തി ലാ തൂസലു ഇല്ലാ ബിഹിമ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയങ്ങളിൽ അവർ ചേർത്തിയിരുന്ന കുടുംബ ബന്ധങ്ങളുണ്ട്, അവരില്ല എന്നതിൻ്റെ പേരിൽ ആ ബന്ധങ്ങൾ ചാർത്തപ്പെടാതെ ചേർക്കപ്പെടാതെ പോകരുത് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മരിച്ചതിന് ശേഷവും ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയത്. അബൂ ബുർദ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, അദ്ദേഹം മദീനയിലേക്ക് വരികയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ആഗമനം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറിയുന്നു. അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അദ്ദേഹത്തെ കണ്ട് അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോദിക്കുന്നുണ്ട്, ഹൽ തദ്രി ലിമ അത്തൈതുക, ഞാൻ നിന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് നിനക്കറിയാം? ഇബ്നു ഉമറാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഇല്ല സഹോദര, പറഞ്ഞോളൂ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ അഹബ്ബ അൻ യസില അബാഹു ഫീ ഖബ്രിഹി, ബാപ്പ മരിച്ചതിനു ശേഷവും ബാപ്പാന്റെ ഖബറിലേക്ക് ആരെങ്കിലും തന്റെ ബന്ധം ചാർത്തണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയസിൽ ഇഖ്വാന അബീഹി ബഅദഹു, അദ്ദേഹത്തിന് ശേഷം തന്റെ പിതാവിന്റെ സഹോദരങ്ങളുമായി അവൻ ബന്ധം ചേർത്തട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. വഇന്നഹു കാന ബൈന അബീ ഉമറ വബൈന അബീക ഇഖാഉൻ വവുദ്ദുൻ, തീർച്ചയായും താങ്കളുടെ പിതാവിൻ്റെയും എൻ്റെ പിതാവായ ഉമറിൻ്റെയും ഇടയിൽ അടുത്ത സ്നേഹബന്ധവും സാഹോദര്യ സുഹൃബന്ധവും ഉണ്ടായിരുന്നു. റസൂലിൻ്റെ ഈ ഉപദേശം കേട്ടുകൊണ്ടാണ് ഫഅഹ്ബബ്തു അൻ അസില ദാക്, ആ ബന്ധം ചേർക്കാൻ
ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് താങ്കളെ കാണാൻ ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മക്കയിലേക്ക് പോവുകയാണ്. വഴിയിൽ വെച്ച് ഗ്രാമീണനായ ഒരാൾ അദ്ദേഹത്തെ കണ്ട് സലാം പറഞ്ഞു വന്നു. ആ സന്ദർഭത്തിൽ ഇബ്നു ഉമർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. താൻ യാത്ര ചെയ്ത കഴുതപ്പുറത്ത് നിന്നിറങ്ങി അദ്ദേഹത്തെ കഴുതയുടെ പുറത്ത് കയറ്റി കുറച്ചിങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു. തൻ്റെ തലപ്പാ ഊരി ഈ സഹോദരൻ നൽകുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് കൂടെയുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹയാത്രികൾ ചോദിക്കുന്നുണ്ട്, അസ്ലഹക്കല്ലാഹ് ഫഇന്നഹുമുൽ അറാബ് വഹും യർലൗന ബിൽ യസീർ. അല്ലാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഈ അറാബികൾ, ഗ്രാമീണരുണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുത്താലും അതുകൊണ്ട് തൃപ്തരാകുന്ന ആളുകളാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അദ്ദേഹവുമായി ഇങ്ങനെ സ്നേഹത്തോടെ ഇടപഴകിയത് എന്താണെന്നോ, എൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ പിതാവും തമ്മിൽ ഏറ്റവും അടുത്ത സുഹൃബന്ധമുണ്ടായിരുന്നു. റസൂല് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അബർറൽ ബിർരി സിലത്തുൽ വലദി അഹ്ല ഉദ്ദി അബീഹി. ഒരു മകൻ തൻ്റെ പിതാവിൻ്റെ സ്നേഹിതന്മാരോട് ബന്ധം സ്ഥാപിക്കുന്നത് ആ മകൻ ചെയ്യുന്ന ഏറ്റവും പുണ്യമുള്ള സൽക്കർമ്മമാണ് എന്ന് റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രാമീണനെ ഞാൻ ചേർത്ത് പിടിച്ചത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരുപാട് പാഠങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ജീവിതത്തിൽ അനുവർത്തിക്കുവാനും അങ്ങനെ അവൻ്റെ ഇഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുവാനും നമുക്ക് തുണയേകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിക്കുക റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു സഹാബത്തിനോട്, തുർഫഉ ലിൽ മയ്യിതി ബഅദ മൗതിഹി ദറജതഹു. ഒരു മയ്യിത്തിൻ്റെ അയാളുടെ മരണാനന്തരം ബർസഖിയായ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പദവി ഇങ്ങനെ അള്ളാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്ന്. ഫയഖൂൽ ഐ റബ്ബി അയ്യു ഷൈഇൻ ഹാദാ. മരണപ്പെട്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ ദറജ ഇങ്ങനെ ഉയർത്തപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹിനോട് ചോദിക്കും, എൻ്റെ റബ്ബേ, എനിക്കെന്തിനാണ് ഈ പദവിയിൽ ഇങ്ങനെ ഉയർച്ചയും അതേപോലെ തന്നെ വളർച്ചയും നീ നൽകുന്നത്? ഫയഖൂൽ, അല്ലാഹ് പറയുന്നത് എന്താണെന്നോ, വലതുക ഇസ്തഗ്ഫറ ലക. മനുഷ്യ, നിന്റെ മകൻ നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നുണ്ട്, അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബിഗ്ഫിർലി എന്ന് നമ്മുടെ കാര്യം മാത്രമല്ല നമ്മൾ പറഞ്ഞു നിർത്തുന്നത്, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും നീ പൊറുക്കണമേ റബ്ബേ, വറബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഈ പ്രാർത്ഥന നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വേളകളിലും നമ്മൾ ചേർത്ത് വെക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹുമാ വർഹംഹുമാ. ഒരാളാണ് മരിച്ചതെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. നിരന്തരമായി പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിലേ വലദുൻ സ്വാലിഹുൻ യദഊല, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ മരിച്ചാലും ഒരിക്കലും മരിക്കാത്ത നമ്മുടെ ആത്മാവിന് നമ്മുടെ ബർസഖിയായ ജീവിതത്തിൽ നമുക്ക് ഉപകാരവും ഗുണവും ചെയ്യുന്ന പ്രാർത്ഥനകളാണിത്. അങ്ങനെ സ്വാലിഹായ സന്താനങ്ങളായി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മക്കളും നമ്മൾ മരിച്ചാൽ നമ്മളെ ഓർത്ത് ഇസ്തിഗ്ഫാറിന് ഇരക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി തീരും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയിട്ടുള്ള ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. എല്ലാം അറിയുന്നവനെ, നിന്റെ കൃപ കൊണ്ടതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ. അവരോട് കരുണ ചൊരിയണമേ.
അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.